ഗ്യാസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ എന്ത് ഈ പറമ്പ് ചുറ്റി കാണിക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് നല്ലൊരു ആംബിയൻസ് ഒക്കെ തരമാട്ടെ ശരിക്കും എന്ത് ആംബിയൻസ് എന്നാണ്. പക്ഷേ എനിക്ക് കണ്ടിട്ട് വീഡിയോയിൽ അങ്ങനെ എനിക്ക് തോന്നുന്നത്, പക്ഷേ എനിക്ക് കണ്ടിട്ട് നല്ല ആംബിയൻസ് പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇത് കണ്ട നമ്മുടെ പുതിയ ചെടിയാട്ടെ, ഇത് പുതിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു ഉമ്മാൻ്റെ വീട്ടിലായതുകൊണ്ട് ഇത്തിരി സാധനങ്ങളൊക്കെ നിന്നെ കാണിച്ചു തരാമെന്നൊക്കെ വെച്ചു. അപ്പോൾ ഫസ്റ്റ് സാധനം തന്നെ എന്തായിരുന്നു അമ്മാൻ്റെ കേട്ടോ, അമ്മാൻ്റെ പണ്ടത്തെയാണ്. അപ്പോൾ ഇത് പൊട്ടിപ്പോയിട്ട് ഇതിലേക്ക് അത് കാരണം ഇപ്പോൾ ഇങ്ങനെ വെച്ചേക്കണം, ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടാണ്. അപ്പോൾ അത് കാരണം ഇപ്പം ഇങ്ങനെ പൊട്ടിയിട്ട് ഇത് വെച്ചേക്കാണ്. പിന്നെ ഈ ഒരു സാധനം നമുക്ക് തല വെക്കാൻ ആരോ കൊണ്ട് തന്നെയാട്ടാ. ഇപ്പം ഇവിടെ ഇട്ടിട്ട് മഴയത്തായിട്ട. ഇപ്പം പുതിയ മമ്മൻ്റെ വണ്ടിയാണ്, പണയത്തിൻ്റെയാണ്, നല്ല പുതിയ വണ്ടിയാണ്. പിന്നെ ഞാൻ അടുത്തതായിട്ട് കാണിക്കാനുള്ളത് ഞങ്ങളുടെ അരക്ക് കണ്ടാട്ടോ, അത് അവിടെ കാണുന്ന കണ്ട കാണുന്നത് ഞങ്ങൾ അലക്കുകല്ലാണ്. പിന്നെ ഇവിടെ തൂത്തോണ്ടിരിക്കുകയാണ്, പറമ്പ് മൊത്തം അലമ്പായി കിടക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കുറേ അലമ്പായി കിടക്കുവാണ്. പിന്നെ ഇവിടെയൊക്കെ കുറേ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉമ്മാൻ്റെ പറമ്പാണ്. അത് കണ്ട ഒരു വാഴ നട്ടിട്ടുണ്ട്, ഇതുവരെ ഒരു ഇത്ര ആയിട്ടുള്ളൂ. പിന്നെ ഇത് ഒരു ചെടി നമ്മൾ തന്നെ നട്ടിട്ടുണ്ട്, ഇത് ഇത്ര ആയിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മൾ നട്ടയാണോ എന്ന് എനിക്കറിയാനായി പാടി. പിന്നെ ഇവിടെയൊക്കെ കുറേ കൃഷി താഴെ ഉണ്ടായിരുന്നു, കുമ്പളങ്ങ അങ്ങനത്തെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു പട്ടി മൊത്തം അലങ്കോലാക്കി. ആ മതിലിൻ്റെ സൈഡിൽ നിന്ന് പട്ടി ഇങ്ങോട്ട് ഇറങ്ങി വരും കേട്ടോ. രാത്രി മൊത്തം ഇപ്പോൾ ഇറങ്ങി വരും. അപ്പോൾ ഇല്ലാത്ത സമയത്ത് ഞാൻ അന്ന് എടുത്തേ. പിന്നെ കുറേ പക്കലോടിയൊക്കെ ഇവിടെ വെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു ഇവിടെ തൂക്കളയിൻ്റെ കലാപരികളാണ്. നമ്മുടെ ഇവിടെ മൊത്തം പുല്ലാണ്, അതാണ് പ്രിയപ്പെട്ടവരെ പ്രത്യേകത. ഇന്ന് എന്താ എൻ്റെ മുഖം കാണിക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ സ്റ്റാൻഡ് ചെയ്ത് വെച്ചാട്ടോ വീഡിയോ എടുക്കണം. അപ്പം എനിക്ക് മുഖത്തോട്ട് തിരിക്കുമ്പോൾ എൻ്റെ കൈ വേദന എടുക്കും, അതാണ് ഞാൻ മുഖം കാണിക്കാത്തത്. ഇത് കണ്ടോ മൊത്തം പുല്ലാണ്. പിന്നെ ഇവിടെ ഒരു മരം ഉണ്ട് കേട്ടോ, മരം ഒരു മരമുണ്ട്. പിന്നെ ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ മറ്റേ ഫോണിൻ്റെ മറ്റേ കണക്ഷനൊക്കെ കിട്ടുന്നത്. വെറുതെ ഇല്ല, ഇവിടെ നല്ല റേഞ്ച് ഉണ്ട് കേട്ടോ. ജിയോൻ്റെ ആയിരിക്കും കേട്ടോ, കണ്ടില്ലേ നല്ല റേഞ്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ തൂക്കൽ പരിപാടി ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തായിരുന്നത് പുതിയൊരു ഓസാട്ട് ഇവിടുത്തെ. ഇത് കണ്ടോ പുതിയൊരു ഓസാണ്. ഇവിടെ മൊത്തം പട്ടി വന്ന് അലമ്പാക്കിയിട്ടേക്കും കേട്ടോ. അത് കാരണം നമ്മുടെ മറ്റേ വാഷിംഗ് മെഷീൻ അവിടെ ആട്ടിയിരിക്കണം. അത് കാരണം അതിൻ്റെ വെള്ളം ഇങ്ങോട്ട് പൈപ്പിന് വന്നതിൻ്റെയാണ്. പിന്നെ അത്രയും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തൊക്കെ വീടാട്ടെ, ഇത് 2 നിലയല്ല കേട്ടോ, 1 നിലയാണ്. പിന്നെ അവിടെ ചെറിയൊരു സൈഡിലായിട്ട് മരം കുടുങ്ങി കിടപ്പുണ്ട്. ഇവിടെ നേരത്തെ മൊത്തം കാളായിരുന്നു, ഇപ്പോൾ വെട്ടി റെഡിയാക്കി. പിന്നെ ആ വെട്ടി റെഡിയാക്കിയതിൻ്റെ ബാക്കിയാട്ടോ ഇരിക്കണം, അത് നമ്മൾ വെട്ടിയില്ല കേട്ടോ. അത് അവിടെ വല്ല പാമ്പോ വലുതാരിയൊക്കെ ഉണ്ടായിരിക്കും. അവിടെ ഞങ്ങൾ കളിച്ചതിൻ്റെ കുറേ സാധനങ്ങൾ. പിന്നെ ഇതൊക്കെ ഞങ്ങൾ കളിച്ചതിൻ്റെ കേട്ടോ കുറേ ഉമ്മീൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. പിന്നെ അത് അപ്പുറത്ത് ആ വീട്ടിൽ അവരുടെ മക്കളായിട്ടാണ് ഞങ്ങൾ കളിക്കാറ്. ഇപ്പോൾ ഇങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതാണ് അദ്ദേഹം അങ്ങോട്ട് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാനായി പറ്റും. ആയിരിക്കണ ഫ്രിഡ്ജിൻ്റെ ബോക്സാട്ടോ. അത് എവിടത്തെയാന്ന് വെച്ചാൽ ഞങ്ങളുടെ തന്നെ ഫ്രിഡ്ജിൻ്റെ ബോക്സാണ്. ഞങ്ങളുടെ പണ്ടത്തെ ഫ്രിഡ്ജായിരുന്നു. മാമ വന്നിട്ട് അതിനകത്ത് ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി അവിടെ ബായന്മാരാട്ടോ താമസിക്കുന്നത്. അത് കാരണം ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കയറിപ്പോയി. അത് കാരണം ഞങ്ങളിപ്പോൾ ഇവിടെ ഇത് വെച്ചേക്കോട്ടെ ഇവിടെ താമസിക്കുന്നുണ്ട്. തൂക്കൽ കഴിഞ്ഞോ ഇല്ലട്ടെ, ഇവിടെ മൊത്തം നിറച്ചും പൊടി. ഇവിടെ നേരത്തെ കാടൊക്കെ അല്ലായിരുന്ന ഫുള്ള്, നേരത്തെ ഇവിടെ ഫുള്ള് കാടായിരുന്നു, ഇപ്പോൾ വെട്ടി റെഡിയാക്കിയതാട്ടാ. പിന്നെ ഇതിൽ മാങ്ങമരം ആട്ടെ, ഇത് മാങ്ങാമരമാണ്, മാങ്ങയൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ ചിലപ്പോഴൊക്കെ. പിന്നെ അതേ പഴയ കുറേ സ്പീക്കറൊക്കെ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ.
അതാ. പിന്നെ അത് ഇവിടെ അഴ കെട്ടിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് അഴയൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ എന്നത് തെങ്ങൊക്കെ കാണിച്ചു. പിന്നെ അതേ ഈ തെങ്ങ് നമ്മൾ നട്ടതാണോ? ഇവിടെ നിൽക്കണ എല്ലാ തെങ്ങും ഞങ്ങൾ നട്ട് കേട്ടോ. അങ്ങോട്ടേക്കുള്ളത് ഇവിടെ വലിയ ഒരു പ്ലാവ് ഉണ്ടായിരുന്നില്ല, അത് വെട്ടി താഴ്ത്തി കളഞ്ഞു. ഇവിടെ വലിയൊരു പ്ലാവ് ഉണ്ടായിരുന്നു, ഉമ്മീൻ്റെ വാപ്പാൻ്റെ ഉമ്മ നട്ട ഉണ്ടായിരുന്നു. ഇതാണ് ഉമ്മീൻ്റെ ഉമ്മ കേട്ടോ ഗൈസ്. ഇത് ഹലോ പറ. ഇതാട്ടോ ഉമ്മീൻ്റെ ഉമ്മ. ഹലോ. പിന്നെ എനിക്ക് പൂച്ചാക്കലൊരു ഉമ്മയുണ്ട്, അതിനെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുക്കിങ്ങിലൊക്കെ കാണിക്കാറ്. പിന്നെ ഈ ചെടിയൊക്കെ ഞങ്ങൾ നട്ടു കേട്ടോ. അതെ, അതൊക്കെ ഞങ്ങൾ നട്ടതാണ്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നേരത്തെ ഷീറ്റൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ ഒരു ഷീറ്റ് ഇട്ടിട്ട് ഇവിടെ വണ്ടികളൊക്കെ വെക്കാൻ. ഉമ്മീൻ്റെ പാപ്പാക്ക് ഏതെൻ്റെ വണ്ടി കേട്ടോ, അത് കാരണം ഇവിടെ ചാർജറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ പുറത്ത് തന്നെ ഒരു വേലി കെട്ടിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, സൂക്ഷിച്ചോളൂ. ഇപ്പോൾ കണ്ടല്ലേ. പിന്നെ അത് ഇവിടെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വേലീൻ്റെ മൊത്തം ഇതായിട്ട്. പിന്നെ അപ്പുറത്ത് നമ്മുടെ അയൽവക്കക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ ഭായിമാർക്ക് താമസിക്കാൻ വേണ്ടി കൊടുത്തിട്ടു. പിന്നെ അപ്പുറത്തോട്ടൊരു വീടുണ്ട്, അവിടെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഷീറ്റ് ഇട്ടേക്ക് വേണം അവർ തന്നെ വെച്ചേക്കാണ്. ഇത് എവിടുത്തെ കസേരയും വെച്ച് ഒരു കസേര ഇരിപ്പുണ്ടിട്ട് ഇവിടെ. ഇത് നമ്മുടെ ആയിരുന്നു, ഉമ്മ ഇരുന്ന് വെച്ച കസേരയായിരുന്നു. പിന്നെ അത് ഇവിടെ കക്കൂസ്റ്റാങ്കാണ്. പിന്നെ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് ഗേറ്റ് തുറന്നിട്ട് വരെ അങ്ങോട്ട് പോകാം, മുട്ടമ്പതിനകത്തോട്ട്. കണ്ട നല്ല വെയിൽ തോട്ടം. ഇവിടെ നിന്ന് കാണാൻ നല്ല ആംബിയൻസ് ആണ്, പക്ഷേ സൺസെറ്റ് കാണാൻ പറ്റും കേട്ടോ ഇവിടെ നിന്ന്. കണ്ടി ഇത് നല്ല ഇതിൻ്റെ പുറത്തൊക്കെ ലൈറ്റൊക്കെ ഇടാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു മരം നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ. കണ്ട ആ മരം ഞങ്ങൾ തന്നെ നട്ടയാണ്. പിന്നെ അതിൻ്റെ താഴെ തന്നെ ഒരു മരം ഇപ്പുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ മൊത്തം ചോറായിരുന്നു കേട്ടോ, അതെല്ലാം വെട്ടി ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പേസിൻ്റെ വീഡിയോസൊക്കെയാണ് ഇടുന്നത്. ഇപ്പോൾ ഇന്നും കട ഓപ്പണിംഗ് ആണ്, അപ്പോൾ കട തുറക്കാൻ വേണ്ടി പോണതിന് മുന്നേ ഞാൻ എടുക്കുന്നതാണ് വീഡിയോ. എന്തായാലും ഇന്ന് തന്നെ ഇടും കേട്ടോ. അവിടെ ഒരു ഗ്ലാസ് ഇരിപ്പുണ്ട് കേട്ടോ, അത് കണ്ടൊരു ഗ്ലാസ് ഇരിപ്പുണ്ട്. ആ ഗ്ലാസ് കാരണം ലൈറ്റ് ഇതിലോട്ട് എൻ്റെ കണ്ണിലോട്ട് വന്നു കേട്ടോ. പിന്നെ ഒന്നുമില്ല, പിന്നെ എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആ കിണറ്റിൽ ഞങ്ങൾ പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, അന്ന് അവിടെയൊക്കെ പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഞങ്ങൾ ബോളല്ലേ മറ്റേ എന്തെന്നായിരുന്നു ഞങ്ങളുടെ നാളെ വെറുതെ ഒന്ന് പോയതാണ്, എന്നാൽ ഇല്ലാത്ത സമയത്ത് പോയിട്ട് തന്നെ തിരിച്ച് വന്നു കിണറ്റിലൊക്കെ പോയിട്ട്. പിന്നെ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചെറിയ ഒരു പുല്ലൊക്കെ നമുക്ക് വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇത് പോവും. ഇവിടെയൊക്കെ നല്ല ഇതാണ് കേട്ടോ, നല്ല കാറ്റും പിന്നെ മഴ. പക്ഷെ അങ്ങോട്ട് ആംബിയന്നല്ല കേട്ടോ, അവിടെ മൊത്തം പഴപ്പെട്ട കണ്ട. വെയിലടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു, ഫോണിന് ഇത്രയും വെട്ടമില്ല കേട്ടോ. വെയിലടിച്ചുകൊണ്ട് ഫോണിന് വെട്ടാൻ കൂടി കേട്ടോ, നല്ല രസമുണ്ടല്ലേ. അപ്പോൾ എന്തായാലും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. കണ്ട നല്ല രസമല്ലേ. അല്ല അപ്പം അതെ ഇവിടെയൊക്കെ നല്ല കാട് പിടിച്ച് കിടക്കാട്ടോ. ഇവിടെയൊക്കെ ഇതാട്ടോ നമ്മുടെ പഴയ ഓസാട്ടോ. ഇതിൻ്റെ ബാക്കിയൊക്കെ പോയിട്ടോ, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാമായിരുന്നു നമുക്ക്. നല്ല ഓസാട്ടോ, പക്ഷേ നല്ല പണിയുമാണ്. ഓരോന്ന് വെച്ച് കണക്ട് ചെയ്യണം. ഇതുണ്ടോ നല്ല ഇതിൻ്റെ കളി. ഞങ്ങളുടെ മാമിയുടെ പേരക്കുട്ടിയാണ്. വീഡിയോ പിടിച്ചോണ്ടിരിക്കുക. അല്ല വീഡിയോ പിടിക്കുക. എങ്ങോട്ടോക്കല്ലേ, നേരെ വെക്ക്. വീഡിയോ പിടിക്കാൻ നിൽക്കാൻ കാര്യം കഴിച്ചു.
നമ്മുടെ അടുത്തുള്ള സുന്ദരിയാട്ടാ. കണ്ട നല്ല ചെടിയല്ലേ ഇത്. കണ്ട് കണ്ട് നിങ്ങൾ മടുക്കണം. അതേ ഒരു വെള്ളത്തുള്ളി 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 കണ്ടില്ലേ? വെള്ളത്തുള്ളി എവിടെ എവിടെ വെച്ച് എവിടെ വെച്ച് എവിടെ എവിടെയും വെച്ച് ഫ്രണ്ടിലാ. അതിനെ ഓടിച്ചിട്ട് ചെറുതുകളെ പട്ടി വന്നിട്ട് ഇപ്പോൾ ഇവിടെ മഴ പെയ്യുന്നതിൻ്റെ വെള്ളത്തിൽ നിൽക്കുന്നു. ആ എന്തൊക്കെയുണ്ട് പോലെ പട്ടിയുണ്ട് ഇവിടെ. പോയിട്ടാ ഇവിടെയൊക്കെ വെള്ളത്തുള്ളി വന്നിട്ടാ. ഉമ്മച്ചി ഒരു പട്ടി ഓടിപ്പോടി. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴേ വന്നു അന്ന് തുടങ്ങി. എൻ്റെ അനിയൻ്റെ ഒരു ചെരുപ്പ് അടിച്ചുകൊണ്ട് ഇതല്ല കേട്ടോ വേറെ എന്തൊക്കെ ഉണ്ട്. ഒന്നുമില്ലേ? വെള്ളത്തുള്ളി ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. ഇതിന് വെള്ളത്തുള്ളിയൊന്നും ഇല്ല. അടിച്ചു കയറുന്ന അടിച്ചു കയറുന്ന ഓക്കെ അടിച്ചൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പം ഇത് ഒരു കുഞ്ഞു ബ്ലോഗൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെ മടുത്ത് കാണും. ഒരു കുഞ്ഞു ബ്ലോഗൊന്നും പറയാനായി പറ്റത്തില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ ബൈ.